ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ലൈംഗികപരമായിട്ട് താല്പര്യങ്ങൾ കുറയുന്നതിനുള്ള കാരണമാണ്. അത് പല ആളുകളിലും വ്യത്യസ്ത രീതിയിലായിരിക്കാം. ഒരാൾക്കുള്ള കാരണമായിരിക്കില്ല മറ്റൊരാൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കുറച്ച് കാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ലൈംഗിക താല്പര്യം ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. അതിലേറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങളാണ്. അതിലേറ്റവും അടുത്തതാണ് പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം. ഇത് ലൈംഗികതയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പങ്കാളികൾ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരടുപ്പമില്ലെങ്കിൽ പരസ്പരമുള്ള ഒരു തുറന്നു പറച്ചിലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പരിഹരിക്കപ്പെടാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിനും ഒരു കാരണമായി തീരും. അതുപോലെ തന്നെയാണ് ജോലി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ്, ഇതെല്ലാം തന്നെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും ലൈംഗിക താല്പര്യം കുറയുന്നതിന് ഒരു കാരണമായി തീരാറുണ്ട്. ഇത് പ്രധാനമായും ഒരു കാരണമെന്ന് പറയുന്നത് ആ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് തന്നെയാണ് ഈ ഒരു താല്പര്യക്കുറവിന് കാരണം. മറ്റൊന്നാണ് സ്ട്രെസ്സ് അഥവാ സമ്മർദ്ദം. സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമോണുകളുടെ അളവിനെ വ്യത്യാസപ്പെടുത്താനുള്ള കഴിവ് സമ്മർദ്ദത്തിനുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകളിൽ ലൈംഗിക താല്പര്യം കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിൽ ലൈംഗിക ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറയും. ഇത് ഉദ്ധാരണക്കുറവിനും അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും ഒരുപാട് കാരണമായി തീരാറുണ്ട്. അതുപോലെ തന്നെയാണ് വിഷാദം. വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്ധാരണക്കുറവിന് ഒരു കാരണമായി തീരാറുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാത്തവർക്ക് ലൈംഗിക താല്പര്യം കുറയുന്നതായിട്ടും അതുപോലെ തന്നെ ഉദ്ധാരണ പ്രശ്നങ്ങൾ കൂടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ശരിയായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാക്കുന്നതിന് കാരണമാണ്. ശരിയായ രീതിയിൽ ഹോർമോണുകൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് മറ്റ് തരത്തിലുള്ള സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കാനിടയാക്കുകയും അതുവഴി നമുക്ക് മാനസിക സംഘർഷം കൂടുകയും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.